രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ മൊഴികളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാഹുൽ പെൺകുട്ടിയെ 2 തവണ ബലാത്സംഗം ചെയ്തതായും ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയതായും FIR-ൽ വ്യക്തമാക്കുന്നു. കൂടാതെ മറ്റ് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന അതിജീവിതയുടെ മൊഴിയിൽ പോലീസ് വിവരങ്ങൾ തേടി തുടങ്ങി. രാഹുൽ മറ്റു പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. ആ വിവരങ്ങൾ തനിക്കറിയാം. ഇനി ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. അതിനാലാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. പെൺകുട്ടിയുടെ മൊഴിയിലെ ഈ പരാമർശത്തിൽ പോലീസ് വിവരങ്ങൾ തേടും. സൈബർ അധിക്ഷേപത്തിൽ അന്വേഷണം നടത്തുമെന്ന് സൂചനയുണ്ട്. ഗർഭചിത്രം നടത്താൻ രാഹുൽ സുഹൃത്ത് വഴി ഗുളിക എത്തിച്ചെന്നാണ് യുവതിയുടെ മൊഴി. വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഗുളിക കഴിപ്പിച്ചതെന്നും ഗുളിക കഴിപ്പിച്ച ശേഷം ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചതെന്നും പരാതിക്കാരി പറയുന്നു. ആശുപത്രിയെയും ഡോക്ടറെയും പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി. രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ വ്യാപാരിക്കായും അന്വേഷണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് മേൽനോട്ട ചുമതല. തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. പീഡന ദൃശ്യങ്ങൾ രാഹുൽ സ്വന്തം ഫോണിൽ പകർത്തി. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി. കുഞ്ഞുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് രാഹുൽ പെൺകുട്ടിയോട് പറഞ്ഞതായും മൊഴിയിൽ പറയുന്നുണ്ട്. നിർബന്ധിത ഗർഭചിത്രത്തിനായി ഗുളിക എത്തിച്ച സംഭവത്തിൽ രാഹുലിന്റെ സുഹൃത്തിന്റെ പങ്ക് നിർണായകമാണ്. 2025 മെയ് 30-ന് രാഹുലിന്റെ സുഹൃത്ത് ബംഗളൂരുവിൽ നിന്നാണ് ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത്. തിരുവനന്തപുരം കൈമനത്ത് വെച്ച് ചുവന്ന കാറിൽ കയറ്റിയാണ് സുഹൃത്ത് മരുന്ന് നൽകിയത്. ഗുളിക കഴിച്ചെന്ന് ഉറപ്പുവരുത്താൻ രാഹുൽ വീഡിയോ കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഗുളിക കഴിച്ചതിനെ തുടർന്ന് യുവതിക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതായും മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടതായാണ് സൂചന. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രാഹുലിനെ കണ്ടെത്താനായി പാലക്കാടും പത്തനംതിട്ടയിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. യുവതിക്ക് ഗർഭചിത്ര ഗുളികകൾ എത്തിച്ചു നൽകിയ അടൂർ സ്വദേശിയായ വ്യാപാരിയായ സുഹൃത്തിനെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കേസിന്റെ മേൽനോട്ട ചുമതല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അതിജീവിത ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ പരാതി നൽകിയത്. പിന്നീട് ഇത് ക്രൈംബ്രാഞ്ചിന് നൽകുകയായിരുന്നു. ശേഷം മൊഴിയെടുക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മുഴുവനും മൊഴിയെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് രാഹുലിനായി പുറപ്പെടുവിച്ചിരിക്കുന്നത്.